ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വഴക്കിട്ട പോയ വർഷയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചന്ദ്രയും രവീന്ദ്രനൊക്കെ വിളിച്ചിട്ടൊന്നും വർഷയും ശ്രീകാന്തും വരാൻ കൂട്ടാക്കുന്നേയില്ല. രേവതിയും സ്റ്റുഡിയോയിൽ പോയി വർഷയോട് സംസാരിച്ചു, പക്ഷെ അപ്പോഴും വർഷ വരാൻ കൂട്ടാക്കുന്നില്ല. ശ്രീകാന്ത് ആണെങ്കിൽ വീട്ടിൽ വരാതെ ഹോട്ടൽ മുറിയിൽ തന്നെയാണ് താമസിക്കുന്നതും. ഇത് വർഷ ചോദിക്കുന്നുമുണ്ട്, പക്ഷെ എന്നാലും വർഷ വന്നാലേ ശ്രീകാന്ത് ചന്ദ്രോദയത്തിലോട്ട് പോകുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിലാണ് ശ്രീകാന്ത്. അപ്പോൾ അങ്ങനെ ആ വാശി ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. രണ്ടുപേരും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വർഷ ഒരു ദിവസം സ്റ്റുഡിയോയിലോട്ട് പോകുമായിരിക്കും. അപ്പോൾ വർഷ സ്റ്റുഡിയോയിൽ പോകുന്ന ടൈമിൽ റോട്ടിൽ നമ്മുടെ റോഷൻ നിൽപ്പുണ്ടാവും. വർഷയുടെ നേരത്തെ അച്ഛൻ ആലോചിച്ച പയ്യനില്ലേ വർഷയെ കെട്ടിക്കാൻ വേണ്ടി, ആ പയ്യൻ അവിടെ നിൽക്കുമായിരിക്കും റോട്ടിൽ. വർഷ ശ്രദ്ധിക്കത്തില്ല. വർഷ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടും പോകുവാണ്. റോഷൻ വർഷയെ കാണും. അപ്പോൾ റോഷൻ വർഷയെ കാണുന്നതും റോഷനെ പെട്ടെന്ന് ദേഷ്യം കയറുക. വർഷയുടെ പുറകിൽ കാർ ഓടിച്ച് റോഷൻ പോകുവാണ്. എന്നിട്ട് വർഷയെ ഓവർടേക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയി കാർ നിർത്തും. അപ്പോഴേക്കും വർഷ ദേഷ്യം വന്ന് സ്കൂട്ടറിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ചീത്ത പറയാൻ വേണ്ടി കാറിൻ്റെ ഫ്രണ്ടിലോട്ട് പോവും. നോക്കുമ്പോണ്ട് നമ്മുടെ റോഷൻ. അപ്പോൾ റോഷൻ വർഷയോട് ചോദിക്കുന്നുണ്ട്, എന്താ വർഷേ, എന്നെ കണ്ട് ഞെട്ടിപ്പോയോ? എന്താടാ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? മനുഷ്യനെ ഇടിച്ചിടാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ റോഷൻ പറയുന്നുണ്ട്, ഇടിച്ചിട്ടില്ലല്ലോ, വേണമെങ്കിൽ എനിക്ക് നിന്നെ ഇടിച്ച് തെറിപ്പിച്ച് കൊല്ലാമായിരുന്നു. നീ എന്താ ഞെട്ടിപ്പോയോ? എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഇവിടെ? നീ എന്താ, നിനക്ക് സുഖം തന്നെയല്ലേ വർഷ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വർഷ ഒന്നും മിണ്ടാതെ റോഷനെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. അപ്പോൾ റോഷൻ പറയുന്നുണ്ട്, പണ്ട് ഞാൻ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വേണ്ടി പോയതാ, അപ്പോൾ ആ ഒരു പെണ്ണ് വന്നത് തടഞ്ഞു. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇടിച്ചു തെറിപ്പിക്കായിരുന്നു, പക്ഷെ ഞാൻ ഇടിച്ചു തെറിപ്പിക്കല്ല വർഷേ. എനിക്ക് നിന്നോട് ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ട്. നീ എന്താ നിന്റെ ഭർത്താവിനെ വിട്ടിട്ട് നിന്റെ വീട്ടിൽ പോയി നിൽക്കുവാണെന്നൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റോഷൻ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? എൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കാണ്ട് നിനക്ക് നിന്റെ ജീവിതം നോക്കി നടന്നൂടെന്ന് ചോദിക്കുമ്പോഴേക്കും റോഷൻ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ സങ്കടങ്ങൾ അറിയണം വർഷ എന്നൊക്കെ പറഞ്ഞ് റോഷൻ വർഷയെ ഇങ്ങനെ ഇതാക്കുവാണ്. റോഷൻ എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ കെട്ടിരുന്നെങ്കിൽ നിനക്ക് രാജകുമാരിയെ പോലെ കഴിയാമായിരുന്നു, ഇങ്ങനെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കേണ്ട ഗതികേടൊന്നും വരത്തില്ലായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നിന്നെ കെട്ടുന്നതിലും ഭേദം ഞാൻ സിംഗിളായിട്ട് എന്നെ ജീവിക്കുന്നതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും റോഷൻ പറയും, നീ കെട്ടിയെന്നോർത്തൊന്നും പേടിക്കാനും വേണ്ട, നിന്നെ ഞാൻ നല്ലോണം നോക്കിക്കോളാം, ഇപ്പോഴായാലും നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് വർഷയെ കൈ പിടിച്ച് വലിക്കുവാണ്. വർഷ ദേഷ്യം വന്ന് റോഷൻ്റെ മുഖത്തിട്ട് ഒറ്റ അടി അടിക്കുന്നുണ്ട്. അപ്പോൾ റോഷന് ദേഷ്യം വരുവേ. റോഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വർഷയെ പിടിച്ച് വലിച്ച് കാറിലോട്ട് കൊണ്ടുപോകുവാണ്. വർഷ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ റോഷൻ നിർബന്ധിച്ച് വലിച്ചുകൊണ്ടും പോകുവാണ്. റോട്ടിലാണെങ്കിൽ ആരുമില്ല. റോഷനാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. റോഷൻ പറയുന്നുണ്ട്, അന്ന് ആശ്രയിച്ച് അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ വേറൊരു നാട്ടിലോട്ട് എന്നെ കടത്തിയതാ, പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, വന്നിറങ്ങിയതും കാണുന്നത് നിന്നെ, ഇനി ഞാൻ നിന്നെ വിടില്ല, നീ എൻ്റെ കൂടെ വാ, അന്ന് എന്നെ തടഞ്ഞ ആ പെണ്ണിനിട്ടും ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷ ഇങ്ങനെ വലിച്ചുകൊണ്ടും പോകുവാണ്. അപ്പോഴാണ് സച്ചി ആ വഴി കാറും കൊണ്ട് വരുന്നത്. കാറും കൊണ്ട് വരുമ്പോഴും നോക്കുമ്പോഴേക്കും വർഷനെ ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന റോഷനെയാണ് കാണുന്നത്. സച്ചി കാറിൽ നിന്നും ചാടി ഇറങ്ങി റോഷനിട്ട് കുറേ ഇടിയടിക്കുവേ. എന്നിട്ട് വർഷയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ വർഷേ? അപ്പോൾ പറയും, ഇല്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതാരാന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇടിക്കുകയാണ്. അപ്പോൾ റോഷൻ പറയുന്നുണ്ട്, താൻ ആരാടോ എന്നെ ഇടിക്കാന്ന് പറഞ്ഞ് റോഷനും ഇടിക്കാൻ പോകുന്നുണ്ട് സച്ചി. അപ്പോൾ അതൊക്കെ തടഞ്ഞ് പിന്നെ അവിടെ ഒരു ഫൈറ്റ് സീനാണ്. പെട്ടെന്നാണ് സച്ചിക്ക് ഓർമ്മ വരുന്നത്, ഇത് മറ്റവനല്ലേ അന്ന് നിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വേണ്ടി പോയവൻ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതേ സച്ചി ഏട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിനക്ക് അന്ന് എൻ്റെ രേവതിയുടെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും മതിയായില്ലടാ, വീണ്ടും ഇനി ഇവളെ ശല്യപ്പെടുത്താൻ വരുവാണോ എന്ന് പറഞ്ഞ് നല്ല ഇടിയടിക്കുവാണ്. അങ്ങനെ ഇടിച്ചടിച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് റോഷൻ കാറിൽ കയറി പേടിച്ചോടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വരും, നിന്നെ ഞാൻ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ടെന്ന് പറഞ്ഞ് വർഷയെ ഭീഷണിപ്പെടുത്തിയിട്ട് കാറിൽ കയറി പോകാൻ പോകുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇനി മേലെ നീ ഇവളുടെ വഴിയിലോട്ട് വന്നാൽ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് സച്ചിയും പോകുവാണ്. അങ്ങനെ റോഷൻ കാർ ഓടിച്ച് പോകുകയാണ്. വർഷയാണെങ്കിൽ റോഷൻ പോയി കഴിയുമ്പോഴേക്കും എളുപ്പം സ്കൂട്ടർ എടുത്ത് ഓടാൻ വേണ്ടി പോകും. അപ്പോഴേക്കും സച്ചി വർഷയെ പിടിച്ചു നിർത്തും. വർഷയെ പോയല്ലേ എന്ന് പറഞ്ഞ് നിർത്തുവാണ്. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, എന്താ വർഷേ വീട്ടിലോട്ട് വരാത്ത? ശ്രീകാന്ത് നിന്നെ വിളിച്ചിട്ടും എന്താ വരാത്തെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ വരുന്നത്, നിങ്ങൾ അവിടെ സന്തോഷത്തോടെ ജീവിച്ചോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വർഷ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിൻ്റെ അച്ഛനെ തല്ലിയതിനുള്ള ദേഷ്യം നിനക്കുണ്ടാവും, പക്ഷെ ആ തല്ലാനുണ്ടായ കാരണം നീ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ രേവതിയെ പറ്റി അത്ര മോശമായിട്ടാണ് സംസാരിച്ചത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ തല്ലുകയും ചെയ്തു, ഇനി അത് വിട്. ആ ശ്രീകാന്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ ഇപ്പോൾ ആ ഹോട്ടലിൽ ഒരു മുറിയിൽ
കിടക്കുന്നത് കണ്ട് ആ സങ്കടം തോന്നും. എന്നോട് നിനക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് തീർത്തോളൂ, എന്നോട് വേണമെങ്കിൽ മിണ്ടണ്ട, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ശ്രീകാന്തിനോട് ആ ദേഷ്യം കാണിക്കല്ലേ, പാവാവൻ. ഈ പയ്യൻ നിനക്ക് വേണ്ടി നിന്റെ വീട്ടുകാർ കണ്ടുപിടിച്ച പയ്യനെയല്ലേ ഇപ്പം നീ കണ്ടത്, ശ്രീകാന്തിനെ കെട്ടിയത് തന്നെ നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നൊക്കെയാണ് സച്ചി പറയുന്നത്. വർഷ ഇതൊന്നും കേട്ടിട്ട് മിണ്ടാതെ അങ്ങനെ നിന്ന് കേൾക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ, ആ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ശ്രീകാന്തിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് വരണം. ഒന്നും മനസ്സിൽ വെച്ചിരിക്കരുത് വർഷേ, കഴിഞ്ഞത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇനി അതിനെപ്പറ്റി ഞാൻ പറയുന്നുമില്ല. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും എന്നും പറഞ്ഞ് ഭർത്താവിനെ വിട്ട് പിരിഞ്ഞ് നിൽക്കരുത്. എൻ്റെ രേവതിയെ കണ്ടില്ലേ, എന്തോരം പ്രശ്നങ്ങൾ അവൾ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ എന്നെ ഒറ്റയ്ക്കിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോൾ പിന്നെ വർഷയ്ക്കും അതുപോലെ ചെയ്തൂടെ? യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാ, എന്തൊക്കെ പ്രശ്നം വന്നാലും ഭർത്താവിനെ വിട്ടു പോകരുതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഉപദേശിക്കുവാണ്. വർഷയ്ക്കും അപ്പോൾ കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ അവസ്ഥയും മറ്റ് സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും. വർഷം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വർഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വർഷ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞ് സച്ചി പോകുവാണ്. വർഷ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഭയങ്കര അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നുണ്ട്, മഹിമയുടെ അടുത്തും മധുസൂദനൻ്റെ അടുത്തും. നിങ്ങൾ കണ്ടുപിടിച്ച ആ റോഷനില്ലേ, അവൻ ഇന്ന് റോട്ടി വന്ന് പ്രശ്നം ഉണ്ടാക്കി, സച്ചിയേട്ടൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അന്ന് എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പോയി, ഇന്ന് എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പോയി. സച്ചിയേട്ടൻ വന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായെന്നൊക്കെ പറയുവാണ്. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, സച്ചി എങ്ങനെ ആ സമയത്ത് അവിടെ വന്നു? ഇത് റോഷനും അവനും കൂടിയുള്ള പ്ലാൻ ആയിരിക്കുള്ളൂ, അല്ലാതെ സച്ചി അങ്ങനെ കറക്റ്റ് സമയത്ത് അവിടെ എത്തുമോ? നീ ഇതൊന്നും വിശ്വസിക്കല്ലേ വർഷ എന്ന് പറയുമ്പോൾ വർഷ ചീത്ത പറയുന്നുണ്ട്, ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ, എന്തായാലും ഞാൻ എൻ്റെ ശ്രീകാന്തിനെയും കൂട്ടി വീട്ടിലോട്ട് പോകുവാന്ന് പറഞ്ഞ് വർഷ അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് വർഷയും ശ്രീകാന്തും കൂടി ചന്ദ്രോദയത്തിൽ പോകുവാണ്. ശ്രീകാന്ത് ആദ്യം മുമ്പിലോട്ട് കയറിപ്പോകും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തെ നീ വന്നോ, നീ ഒറ്റക്കാണോടാ, വർഷയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും പുറകിൽ വർഷയും വരുവാണ് കേക്കും കൊണ്ടൊക്കെ. പറയും, ചന്ദ്ര ഇങ്ങോട്ടേക്ക് ഓടി വാ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഓടി വന്ന് നോക്കുമ്പോൾ വർഷയും ശ്രീകാന്തും. ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് അധിക ദിവസമൊന്നും ഇരിക്കാൻ പറ്റില്ല എന്ന്, എന്നാലും ഇത്രയും ദിവസം എന്നെ കാണാതെ എങ്ങനെ ഇരുന്നു, എന്തായാലും നിങ്ങൾ വന്നില്ലേ, വാ വാ അകത്തോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വർഷയും ശ്രീകാന്തിനെയും അകത്തോട്ട് വിളിക്കുവാണ്. സച്ചിയും രേവതിയും സുധിയും എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ഇവരുടെ തിരിച്ചു വരവിലും. പക്ഷെ നമ്മുടെ ശ്രുതിക്ക് മാത്രം സന്തോഷമില്ല, കാരണം അവരുടെ പ്രശ്നത്തിൻ്റെ ഇടയിൽ ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം മറന്നിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വർഷയുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടാവേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ വർഷ കയ്യിൽ, ഞങ്ങളിപ്പോൾ രണ്ടാമത് തിരിച്ചു വന്നതല്ലേ, അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പറയുവാണ്. കേക്കോ, ഇന്നെന്താ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ? അല്ല, എന്ത് സന്തോഷം വരുമ്പോഴും കേക്ക് മുറിച്ച് ആഘോഷിക്കണം, നമുക്കിതൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട രേവതി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ചന്ദ്ര വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുമ്പോഴേക്കും വർഷ പറയും, പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പഴയ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായിച്ചു തീർന്ന ബുക്ക് പോലെയാണ്, എനിക്കത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ വീണ്ടും വായിക്കത്തില്ല, അത് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും പറഞ്ഞ് വെറുതെ ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഞാൻ അതൊക്കെ മറന്നു, ഇനി നമുക്ക് ഭാവിയെ പറ്റി ആലോചിച്ച് ജീവിക്കാം എന്ന്. എന്നിട്ട് വർഷ പറയും, ഞാനിപ്പോൾ തിരിച്ചു വരാൻ തന്നെ പ്രധാന കാരണം ചിലവർ എന്നെ വന്ന് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അത് ശരിയാണെന്ന് എനിക്കും തോന്നിയെന്ന് സച്ചിയും രേവതിയും നോക്കി പറയുവാണ്. സച്ചിക്ക് അപ്പോൾ കാര്യം മനസ്സിലായേ. എന്നിട്ട് സച്ചി, എനിക്ക് അവർ വേണ്ടി വന്നു എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞ് വർഷ സച്ചിയെ പൊക്കുവാണ്. ചന്ദ്ര അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര വിചാരിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്നെ കാണാണ്ടുള്ള വിഷമത്തിലല്ലേ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ, ഭാവിയെ പറ്റിയുള്ള കാര്യങ്ങൾ, തെറ്റുകൾ എല്ലാം വന്ന് ഒരാൾ സംസാരിച്ചു, എനിക്ക് വേണ്ടി ഇന്ന് ഒരാളോട് ഫൈറ്റ് ചെയ്തു, അതൊക്കെ കൊണ്ടാണ് ഞാനിന്ന് വന്നത്, എന്നോടുള്ള കരുതലും സ്നേഹവും ഈ കുടുംബത്തിലുള്ളവർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ്. പക്ഷെ ചന്ദ്രക്കൊരു ഉള്ളിലൊരു സന്തോഷമുണ്ട്, കാരണം സച്ചിക്ക് ആ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടല്ലോ, വർഷയോട് പോയി വർഷയോട് സംസാരിച്ചല്ലോ എന്നുള്ള സന്തോഷം. പക്ഷേ ചന്ദ്ര അത് പുറത്ത് കാണിക്കുന്നില്ല, കാരണം ചന്ദ്രക്ക് സച്ചിയെ ഇഷ്ടമല്ലല്ലോ. പക്ഷെ സച്ചി കാരണമാണ് വർഷയും ശ്രീകാന്തും വീട്ടിൽ വന്നതെന്ന് അറിഞ്ഞപ്പോൾ ചന്ദ്രക്കൊരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്, സ്നേഹവും തോന്നുന്നുണ്ട് സച്ചിയോട്. പക്ഷെ അത് കാണിക്കുന്നില്ല. സച്ചിയുടെ കുടുംബത്തിനോടുള്ള സ്നേഹവും കരുതലും ചന്ദ്ര മനസ്സിലാക്കിയിരിക്കുവാണ്. വർഷ തിരിച്ചു വരാനുള്ള കാരണം തന്നെ സച്ചിയാണല്ലോ, സച്ചി മൂലം അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുവാണ്. അങ്ങനെ അവർ കേക്കൊക്കെ മുറിച്ച് ആ ദിവസം ആഘോഷിക്കുവാണ്. എല്ലാവരും അങ്ങനെ നിൽക്കുവാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷം വർഷയുടെയും ശ്രീകാന്തിൻ്റെയും തിരിച്ചുവരവ് ഇങ്ങനെയാണ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.